Hello guys, welcome back to my channel, Shini's Kitchen. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ഫസ്റ്റ് നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പോളമാണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, ഒരു 3/4 കപ്പോളം പാല്, ഡ്രൈ ഫ്രൂട്ട്സ്, 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി, നെയ്യ്. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടത്. ഫസ്റ്റ് നമുക്കൊരു പാത്രം ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു നെയ്യും ക്യാരറ്റും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഇതേപോലെ ഒരു 20 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കണ്ടല്ലോ, ഇത് ആ ഒരു പഞ്ചസാര അലിഞ്ഞതാണിത്. ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഷുഗർ സിറപ്പ് ഫുള്ള് ഈ ഒരു ക്യാരറ്റിലോട്ടൊന്ന് പിടിക്കണം, നന്നായിട്ടൊന്ന് ഇത് വറ്റണം. അപ്പോൾ നമുക്ക് ആ രീതിയിലാക്കുന്ന ഉടമ്പേര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ എൻ്റെ ക്യാരറ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാലും നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടെ ഒരുമിച്ചാണ് പൊടിച്ചത്. അതുകൊണ്ടാണ് ഞാനിവിടെ 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാല് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും അതുപോലെ തന്നെ ബദാമും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഗാർണിഷിങ്ങിനായിട്ട് ഞാനിവിടെ മുകളിൽ കുറച്ച് കാഷ്നട്ടും അതുപോലെ തന്നെ ബദാമും ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.